ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇന്ത്യയിലെ ഫുഡ്സ് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് വരുവാണ്. നിങ്ങൾക്കറിയാം, ഈ അബ്രോഡൊക്കെ പോയി പഠിക്കുന്നവർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുക ഒന്ന് ഫാമിലി, രണ്ട് ഫുഡ്. ജർമ്മനിയിലെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് ആണ്. അവരധികം സ്പൈസ് യൂസ് ചെയ്തില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ സ്പൈസൊക്കെ യൂസ് ചെയ്ത് വന്നുകൊണ്ട് ഇവിടെ വരുമ്പോൾ നല്ല രീതിക്ക് കുറേ ഫുഡ്സ് നമ്മൾ മിസ് ചെയ്യും. സോ ഇന്ന് വന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. സരവണ ഭവൻ എന്നാണ് പറയുന്നത് അതിന്. കൊളോണിലെ സരവണ ഭവനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തിരിച്ചിട്ടുണ്ട് കൊളോണിലേക്ക്. ഇതിൻ്റെ ലൊക്കേഷൻ എക്സാക്ട്ലി വരുന്നത് കൊളോൺ കത്തീഡ്രൽ കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഒരുപാട് നാളിന് ശേഷം പോകുന്നതുകൊണ്ടാണോ എന്നറിയില്ല, വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സോ ഞങ്ങൾ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയൊരു പ്രതീതിയായിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചേർന്ന് 2 നെയ് റോസ്റ്റും അതുപോലെ തന്നെ പനീർ ബിരിയാണിയും അതുപോലെ തന്നെ മാംഗോ ലസ്സിയുമാണ് ഓർഡർ ചെയ്തത്. എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ്സ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കരധികം ആസ്വദിച്ച് കഴിഞ്ഞു. കുറേ നാളിന് ശേഷം ഇന്ത്യൻ ഫുഡ്സ് ട്രൈ ചെയ്തുകൊണ്ടാണെന്നറിയില്ല, ശരിക്കും പറഞ്ഞാൽ മനസ്സംതൃപ്തി അടയുക എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ എക്സ്ട്രീം ലെവലായി. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന അതേ പ്രതീതിയായിരുന്നു. സോ അങ്ങനെ ഞങ്ങളുടെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. കുറേ നാളിന് ശേഷം ഞങ്ങൾക്ക് ഇന്ത്യൻ ഫുഡ്സ് ട്രൈ ചെയ്യാനും പറ്റി. സോ ഒരുപാട് സന്തോഷം. താങ്ക് യു സരവണ ഭവൻ.